ഹലോ, വെൽക്കം ടു മൈ റൊട്ടീൻ. ഇന്ന് ഞാൻ വ്ളോഗായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. ഇന്നൊരു കുഞ്ഞു റെസിപ്പിയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ 1.5 തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. 1.5 മുറി തേങ്ങയല്ല കേട്ടോ, 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടെയാണ് ചിരകി എടുത്തിട്ടുള്ളത്. ഈ ഒരു തേങ്ങ ഞാൻ വറുത്തെടുക്കുകയും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ പച്ചയായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണ്ടവർക്ക് വറുത്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ പച്ചയായിട്ട് തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വറുത്തെടുക്കണമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് ഞാൻ 1.25 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ കൂടുതലായിട്ട് വേണ്ട, തേങ്ങ തന്നെയാണ് അതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത്. തേങ്ങ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ബിസ്ക്കറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആ ഒരു കപ്പിന് മൈദ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനെന്താ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വാനില എസൻസ് കയ്യിലില്ലാത്തവർക്ക് ഒരു 4-5 ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് പഞ്ചസാര പൊടിക്കുന്ന ടൈമിൽ അതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് അതൊന്ന് മിക്സാക്കി എടുക്കുന്നത്. കുറച്ച് വെള്ളം മതി, കൂടുതലായിട്ട് വെള്ളം വേണ്ട. ഈ തേങ്ങയുടെ നനവ് തന്നെ ഉണ്ടാവും, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. സോഫ്റ്റാക്കി കുഴച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് റഫായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഈ ഒരു മിക്സ് നല്ലോണം സോഫ്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ പൊരിച്ചെടുക്കുമ്പോൾ മാവ് പൊള്ളച്ച് പോകും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ഇല്ലാണ്ട് ഹാർഡായിട്ട് തന്നെ വേണം. എന്നാലോ മധുരം ഉപ്പൊക്കെ ഒരുപോലെ എല്ലായിടത്തും എത്തും കേട്ടോ. ആ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കണം. അങ്ങനെ ഞാനിതാ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് വെള്ളം നനഞ്ഞ് പോകരുത്, അപ്പോൾ മാവ് ലൂസായിട്ട് പോവും. അങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. കട്ടി കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു കനത്തിൽ മതി ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഫസ്റ്റത്തത് ചെറിയൊരു കട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തത്. എനിക്ക് തോന്നി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയതൊന്നും അധികം കട്ടിയില്ലാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബിസ്ക്കറ്റിന് ഷേപ്പ് ഉണ്ടാക്കി എടുക്കുമ്പോൾ സെൻട്രലായിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ചെറിയ കൈകളുള്ളവർക്ക് ആ ചെറീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറീസൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കണമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കുഴി ഇട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറീസ് കയ്യിലുള്ളവർ അത് വെച്ച് കൊടുക്കുക, എന്നാൽ ബിസ്ക്കറ്റിന് ഒന്നും കൂടെ ഗ്ലാമർ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഓയിലിലേക്ക് ഞാനൊരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ബിസ്ക്കറ്റിന് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ക്രിസ്പി ആയിട്ട് കിട്ടൂല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒന്നും ഇട്ട് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ 2 വശവും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രിസ്പി ആയി കിട്ടുന്ന ടൈമിൽ ഒന്ന് കോരിയെടുക്കുക കേട്ടോ. എന്നാലും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന ടൈമിൽ അത്ര ക്രിസ്പി ആയിട്ടൊന്നും തോന്നിക്കൂല. ഇത് കടി ചൂടാറുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ അത് ക്രിസ്പി ആയിട്ട് വരല്. ബിസ്ക്കറ്റ് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇങ്ങനെ തണുക്കണോട് കൂടിയിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കൊന്നും വേണ്ട, പുറത്തിരുന്ന് തണുത്തിട്ട് അതിനെ ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ ഞാനെന്താ ഓരോന്നും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂട് കുറവാണെന്ന് കാണുന്ന ടൈമിൽ ഞാൻ എണ്ണക്കോരിലോട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊക്കിയെടുക്കും. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കും. എന്നിട്ട് ഓയിൽ ചൂടായി കാണുമ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുത്തതിന് ശേഷം ബിസ്ക്കറ്റ് വീണ്ടും ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ ഈ ഓയിലിൽ തന്നെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ക്രിസ്പി ആയിട്ട് കിട്ടൂല കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ബിസ്ക്കറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾപ്പിക്കുമ്പോൾ വീട്ടിലുള്ള പോലെ സൗണ്ടും കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ആ ഒരു സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ബിസ്ക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് നല്ല വില കൊടുത്ത് മേടിക്കണം ഈ ഒരു തേങ്ങാ ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.